ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇത് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ഇവരുടെ ഹൃദയത്തിൽ സ്ഥലമുണ്ട്. കാരണം നിങ്ങളെ അവർ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. കാരണം വളരെ അധികം ഇമോഷണൽ ആയിട്ടുള്ള ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. ഇവർക്ക് നിങ്ങളോട് ട്രൂ ഫീലിങ്സ് ആണ് ഉള്ളത്. പക്ഷേ വെയിറ്റിംഗ് എനർജിയിലുമാണ് ഇവർ. എപ്പോൾ നിങ്ങളുടെ അടുത്ത് എത്താൻ പറ്റും, നിങ്ങൾക്ക് വേണ്ടി എപ്പോൾ ആക്ഷൻ എടുക്കാൻ പറ്റും, അങ്ങനെ ഒരു വെയിറ്റിംഗ് എനർജിയിലാണ് ഇവർ ഉള്ളത്. ഇവരുടെ ഹൃദയത്തിൻ്റെ താക്കോൽ നിങ്ങളാണ്. അതായത് നിങ്ങൾ ഇവരുടെ അടുത്ത് വന്നാൽ മാത്രമേ ഇവരുടെ ഹൃദയം ഹീലാവുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളോട് ഇവർ പറയുകയാണ്, ഇപ്പോൾ എങ്ങനെ തന്നെ സിറ്റുവേഷൻ ആയാലും കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോൾ എല്ലാം നേരെയാകുന്നതാണ് എന്നാണ് അവർ നിങ്ങളോട് പറയുന്നത്. ഇവിടെ ചില ആൾക്കാർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ അവർ പറയുന്നത്, ഇന്ന് മോശം സാഹചര്യമായിരിക്കാം നമ്മുടേത്, പക്ഷേ വരാൻ പോകുന്ന സമയം എല്ലാം നേരെയായി നല്ല ഒരു മാറ്റം നമ്മുടെ ലൈഫിൽ വരുന്നതാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവർ അങ്ങനെ വിചാരിച്ചാണ് മനസ്സിനെ സന്തോഷിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളും അതേപോലെ മനസ്സിനെ സന്തോഷിപ്പിക്കുവാനാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ നിങ്ങളോടുള്ള സ്നേഹം മാത്രമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഹൃദയത്തിൽ നിങ്ങളോടുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ. ഇവിടെ ഹാർട്ട് ചക്ര ബ്ലോക്കേജസ് ആണ് എങ്കിൽ പോലും ഹീലാവാക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും സ്ട്രോങ് ആക്ഷൻ എടുക്കണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവരുടെ ഇമോഷൻസ് എല്ലാം കൺട്രോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ട്രോങ് ആക്ഷൻ എടുക്കാനുള്ള ആ ഒരു വൈബ്രേഷനിലാണുള്ളത്. ഇവർ വിചാരിച്ചു കാര്യങ്ങളെല്ലാം വളരെ സമാധാനപരമായിട്ട് അവസാനിക്കുമെന്ന്. പക്ഷേ ഇവരുടെ ഫാമിലിയിലുള്ള ആൾക്കാരോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആൾക്കാരോ കാരണം ഒന്നും തന്നെ സമാധാനപരമായിട്ട് അവസാനിക്കുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എത്ര തന്നെ പേരൻസിനോട് പറഞ്ഞിട്ടും അവർ കേൾക്കുന്നില്ല. ഒന്നുകിൽ നിങ്ങളുടെ പേരൻസ് അല്ലെങ്കിൽ അവരുടെ പേരൻസ് എത്ര കൺവിൻസ് ചെയ്യാൻ നോക്കിയിട്ട് എത്ര റെസ്പെക്റ്റ് കൊടുത്തിട്ട് ഇവർ പറയുന്നത് കേൾക്കുന്നില്ല. അപ്പോൾ ഇവർ വിചാരിക്കുന്നത് ഇനി എൻ്റെ ആഗ്രഹം നടത്തിയേ പറ്റത്തുള്ളൂ എന്നാണ് ഇപ്പോൾ അവർക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വരാൻ പോകുന്ന സമയം അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കുന്നതാണ്. ആ ഒരു സ്റ്റെപ്പ് എടുക്കുന്നതിലൂടെ നിങ്ങളും ഇവരുമായിട്ട് കംപ്ലീഷൻ ആകും. പക്ഷേ ഇവരുടെ ലൈഫിൽ നിന്ന് ചില പ്രധാനപ്പെട്ട വ്യക്തികൾ റിലീസായി പോകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് ചിലപ്പോൾ നിങ്ങളുടെ പേരൻസോ അല്ല എങ്കിൽ ഇവരുടെ പേരൻസോ ആയിരിക്കാം. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ്. ഇനി നെക്സ്റ്റ് ആക്ഷൻ നോക്കാം. നോ കോണ്ടാക്ട് സിറ്റുവേഷനും കോണ്ടാക്ട് സിറ്റുവേഷനും. ഇവിടെ നോക്കേണ്ട സിറ്റുവേഷനിലുള്ള ചില ഏഞ്ചൽ നമ്പർ നിങ്ങൾ ഈ ഇടയ്ക്ക് കാണുന്നുണ്ട്. അത് 786 999 888 1111 144 ഈ നമ്പേഴ്സൊക്കെ നിങ്ങൾ ഈ ഇടയ്ക്ക് കാണുന്നുണ്ട് എങ്കിൽ ഈ ഒരു എനർജി നിങ്ങൾക്ക് റെസൊണേറ്റ് ആകുന്നതാണ്. ഇവിടെ മെയിനായിട്ട് ഒരു നമ്പറുണ്ട് 1144. ഈ നമ്പർ നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം കുറിക്കുവാൻ നിങ്ങൾ പോവുകയാണ് എന്ന്. 1144ഉം 1111ഉം 144ഉം ഇതൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങൾ ഒരിക്കലും ഫിയർ മാനിഫെസ്റ്റേഷൻ ചെയ്യില്ല. ഈ ഒരു നമ്പർ നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ ഒരിക്കലും നിങ്ങൾ പേടിയെ മാനിഫെസ്റ്റേഷൻ ചെയ്ത്, അതായത് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ നടക്കത്തില്ല, എൻ്റെ പേരൻസ് സമ്മതിക്കത്തില്ല കല്യാണത്തിന്, എൻ്റെ പാർട്ട്ണറിന് എന്നോട് സ്നേഹമില്ല അങ്ങനെ പേടി മാനിഫെസ്റ്റേഷൻ ചെയ്തതൊരിക്കലും നിങ്ങൾ പോസിറ്റീവായിട്ട് മാത്രം ഇരിക്കുക. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്നേഹത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. വേറൊന്നും നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പോരുത്. നിങ്ങളുടെ പാർട്ട്ണറിനെ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾക്ക് വേണ്ടി പോസിറ്റീവായിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കാൻ പോവുകയാണ്, സ്റ്റാൻഡ് എടുക്കാൻ പോവുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റിവിറ്റി വരാൻ പോവുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചിന്തിക്കുക. നെക്സ്റ്റ് 1155 നിങ്ങൾ കാണുകയാണ് എങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്ത് ചേഞ്ച് വന്നാലും അതിനെ വച്ച് നിങ്ങൾ ഓരോന്ന് തീരുമാനിക്കരുത്. അതായത് ഇങ്ങനെ സംഭവിക്കാൻ പോവുകയാണ്, അതുകൊണ്ടാണ് ഇങ്ങനൊരു ചേഞ്ച് വന്നത്. ഇപ്പോഴേ നിങ്ങൾ ഓരോന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ചിന്തിച്ച് തീരുമാനം എടുക്കരുത്. നിങ്ങൾ ആ ചേഞ്ചിനെ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പോകരുത്. അതായത് എന്താണോ സംഭവിക്കാൻ പോകുന്നത് സംഭവിക്കട്ടെ, നിങ്ങൾ വെയിറ്റ് ചെയ്ത് അത് വാച്ച് ചെയ്യുക. അതായത് എന്താണ് സംഭവിക്കുന്നത് എന്ന്, അല്ലാതെ അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ പോകരുത് നിങ്ങൾ. നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള പല ആൾക്കാരുടെയും പേഴ്സൺ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് വരാൻ പോവുകയാണ് എന്നാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത്. അവർ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുകയും ചെയ്യും, നിങ്ങളുടെ ആഗ്രഹം പൂർണ്ണമാവുകയും ചെയ്യും. നിങ്ങൾക്ക് ന്യായം ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വളരെ
പവർഫുള്ളായിട്ടുള്ള ഒരു എനർജിയിലാണ് ഉള്ളത്. വരാൻ പോകുന്ന 72 മണിക്കൂറിനുള്ളിൽ നിങ്ങളിൽ പല ആൾക്കാരുടെയും പേഴ്സൻ്റെ മെസ്സേജോ കോളോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാർക്ക് 9 മണിക്കൂർ, ലക്കി വണ്ണായിട്ടുള്ള ആൾക്കാർക്ക് 9 മണിക്കൂറിനുള്ളിൽ അവരുടെ പേഴ്സൻ്റെ മെസ്സേജോ കോളോ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ പേഷ്യൻസോടെ വെയിറ്റ് ചെയ്യേണ്ടതാണ്. മെസ്സേജോ കോളോ വന്നാൽ പോലും നിങ്ങൾ തിടുക്കം കാണിക്കരുത്. പേഷ്യൻസോടെ വെയിറ്റ് ചെയ്യുക. അവരെ ഒന്ന് ആക്ഷൻ എടുക്കാൻ വേണ്ടി കുറേ പേര് കമൻറ്റ് സെക്ഷനിൽ പറയുന്നുണ്ട്, മെസ്സേജ് വരും, കോൾ വരും. നിങ്ങളുടെ ആ ഒരു പേഴ്സണുമായിട്ട് നിങ്ങളുടെ കർമ്മ എന്ത് രീതിയിലാണ് അസോസിയേറ്റഡ് ആയിരിക്കുന്നത് അതനുസരിച്ചായിരിക്കും അവരുടെ കോളോ മെസ്സേജോ വരുന്നത്. അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി പേഷ്യൻസോടെ കാത്തിരിക്കുക. ഇവിടെ നിങ്ങൾക്ക് കോളോ മെസ്സേജോ വന്നാൽ കമ്മിറ്റ്മെൻറ്റിന് വേണ്ടി, മാരേജിന് വേണ്ടി കുറച്ച് സമയമെടുക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അവർ എന്താണോ പറയുന്നത് അതിന് നിങ്ങൾ എസ് മൂളേണ്ടതാണ്. കാരണം കുറച്ച് സമയമെടുക്കുമെന്നാണ് കാർഡുകൾ പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ അവരോട് ദേഷ്യപ്പെടും. ഇത്ര ഇതായിട്ട് കോണ്ടാക്ട് സിറ്റുവേഷൻ വന്നിട്ട് എനിക്കിപ്പോൾ കമ്മിറ്റ്മെൻറ്റ് തരാൻ പറ്റത്തില്ല, എന്നെ മാരേജ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണോ പറയുന്നതെങ്കിൽ പിന്നെ നീ വന്ന വഴിയെ പോ, പിന്നെ എന്തിനാ എന്നെ വിളിച്ചത് എന്നൊക്കെ പറയുകയാണെങ്കിൽ അവർ വന്ന വഴിയെ പോകും. അതുകൊണ്ട് അവർ എന്താണോ പറയുന്നത് അത് നിങ്ങൾ കേൾക്കുക. എന്നിട്ട് പേഷ്യൻസായിട്ട് വെയിറ്റ് ചെയ്യുക. അവരുടെ ആ ഒരു സമയമാകുമ്പോൾ അവർ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കും. ഇവരുടെ ലൈഫിൽ ചില അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. ആ ഒരു സിറ്റുവേഷൻ കാരണം നിങ്ങളെ ഇവർ ഇഗ്നോർ ചെയ്തുകൊണ്ടിരുന്നു. ഇനി നിങ്ങളെ ഇവർ ഇഗ്നോർ ചെയ്യത്തില്ല. ആ ഒരു സിറ്റുവേഷനാണ് ഇവർ ഇഗ്നോർ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ ഒത്തിരി പ്രതീക്ഷയോടെ ഇവർക്ക് വേണ്ടി കാത്തിരുന്നു. കുറച്ചും കൂടെ ഒന്ന് കാത്തിരിക്കാനാണ് ഏഞ്ചൽസ് പറയുന്നത്. അപ്പോൾ വരാൻ പോകുന്ന സമയം ഇവർ റൊമാൻറ്റിക് എനർജിയിൽ നിങ്ങളോട് സംസാരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. എക്സ്പെഷ്യലി 27 അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് റൊമാൻറ്റിക്കായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കോണ്ടാക്ട് സിറ്റുവേഷൻ വരുമ്പോൾ അപ്പോൾ ഇതാണ് നോ കോണ്ടാക്ട് സിറ്റുവേഷനുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ. കോണ്ടാക്ട് സിറ്റുവേഷനുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ നോക്കാം. കോണ്ടാക്റ്റിൽ ഇരുന്നിട്ടും നിങ്ങളുടെ പേഴ്സൺ മാരേജിൻ്റെ കാര്യം പറഞ്ഞ് നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിക്കാനാണ് സാധ്യത എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് നിങ്ങൾ മാരേജിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാൻ ഇവർ പറയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇവർ വളരെ ഹോപ്പ്ഫുള്ളായിട്ടാണ് ഇരിക്കുന്നത്, നിങ്ങളെ തന്നെ ഇവർ മാരേജ് ചെയ്യുമെന്നുള്ള. ചില ആൾക്കാരുടെ പേഴ്സൺ ഏതോ അതർ സിറ്റുവേഷനിൽ ട്രാപ്പ്ഡാണ്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്, പക്ഷേ അവരുടെ കാര്യങ്ങളൊന്നും നിങ്ങളോട് തുറന്നു പറഞ്ഞിട്ടില്ല ഇതുവരെയും. അതുകൊണ്ട് തന്നെ മാരേജിനെ കുറിച്ച് റിലേറ്റഡ് ആയിട്ട് ഇവർ ഒരു പ്ലാനിങ് ഒന്നും ഇതുവരെയും ചെയ്തിട്ടില്ല. കാരണം ഇവർ ട്രാപ്ഡ് സിറ്റുവേഷനിലാണ് ഉള്ളത്. ഇവിടെ ഏതോ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ട്രാപ്പ്ഡാണ്. അതുകൊണ്ടാണ് ഇവർ സാക്രിഫൈസ് ചെയ്യുന്നത്. നിങ്ങളോട് ഒത്തിരി സ്നേഹമുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത് ഇവർ. എപ്പോഴാണോ ഈ തേർഡ് പാർട്ടിയിൽ നിന്ന് കംപ്ലീറ്റ്ലി പുറത്ത് വരുന്നത് അതുവരെ നിങ്ങളുമായിട്ടൊരു പെർമനൻറ്റ് യൂണിയൻ ഉണ്ടാവത്തില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് ഓൺ ഓഫ് സിറ്റുവേഷൻ ആയിരിക്കും ഇവിടെ. അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ആൻസർ ലഭിക്കുകയുള്ളൂ. ഇവിടെ നിങ്ങൾ വെയിറ്റിങ്ങിലാണ് എന്നാണ് കോണ്ടാക്ട് സിറ്റുവേഷനുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.